കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു പോരാട്ടത്തിന്റെ കാഹളം മുഴങ്ങുകയാണ്. അധികാരത്തിന്റെ ഗർവ് ഉപയോഗിച്ച് ജനകീയ സമരങ്ങളെയും ശബ്ദങ്ങളെയും അടിച്ചമർത്താൻ നോക്കുന്ന ഇടതു സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രസ്ഥാനം തെരുവിലിറങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് രാഷ്ട്രീയ കാര്യസമിതി അംഗം എൻ സുബ്രഹ്മണ്യനെ പുലർച്ചെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത പിണറായി വിജയൻ സർക്കാരിന്റെ നടപടി കേവലം ഒരു അറസ്റ്റ് മാത്രമല്ല, അത് ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. എന്തായാലും സ്റ്റേഷനുള്ളിൽ അരങ്ങേറിയത് പോലീസും നേതാക്കളും തമ്മിലുള്ള ശക്തമായ വാഗ്വാദമായിരുന്നു. തുടക്കത്തിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നുവെന്ന് ആരോപണമുയർന്നു. പോലീസിന്റെ മേൽക്കൈ നഷ്ടപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത്. KCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം പോലീസിനെ പ്രതിരോധത്തിലാക്കി. പിണറായി വിജയൻ തുള്ളുമ്പോൾ തുള്ളാൻ നിന്നാൽ 3 മാസമേ ആയുസുണ്ടാകൂ എന്ന് PM നിയാസിന്റെ വാക്കുകൾ പോലീസുകാർക്കുള്ള മുന്നറിയിപ്പായി സ്റ്റേഷൻ വളപ്പിൽ മുഴങ്ങി. ആ വീഡിയോ ഒന്ന് കാണാം. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. സുബ്രഹ്മണ്യന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. ചേവായൂർ സ്റ്റേഷനിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. സുബ്രഹ്മണ്യൻ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എൻ സുബ്രഹ്മണ്യനെ അതിരാവിലെ അത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന് കൊടും കുറ്റവാളിയോടെന്ന പോലെ പെരുമാറി അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മം പോലും നിർവഹിക്കുവാൻ സുപ്രീം കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് ഏതൊരാളെയും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മം ചെയ്യുന്നതിന് സൗകര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാതെ പ്രാതൽ കഴിക്കാൻ അനുവാദം കൊടുക്കാതെ അദ്ദേഹത്തിന്റെ മരുന്ന് അദ്ദേഹം